നിങ്ങൾക്ക് സാധാരണ അവരുടെ മുഖാമുഖ സ്റ്റേജുകളിലൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഒരു കർമ്മം ബിദ്അത്താണെങ്കിൽ ഹദീസ് ഉണ്ടായി എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇമാമുന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നമസ്കാരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഫൈസൽ മൗലവി ഹദീസ് ഓതി. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ബിദ്അത്തായ കർമ്മത്തിന് ഹദീസ് ഉണ്ടോ എന്ന ചോദ്യം നിങ്ങൾ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ബിദ്അത്തിന് ഹദീസ് ഉണ്ടാവുമോ എന്ന് നിങ്ങൾ തുറന്നു പറയേണ്ടതുണ്ട്. പിന്നെ ഫൈസൽ മൗലവി വിദഗ്ധമായി അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു. അത് ഭാഷാപരമാണെന്ന് ഞാൻ പറഞ്ഞു. മൂപ്പര് സാധാരണഗതിയിൽ എന്താ ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് റോഡ് ഉണ്ടാക്കലാണ്, മൈക്കുണ്ടാക്കലാണ്, റോഡ് നാട്ടില്ല മൊബൈൽ ഉപയോഗിക്കലാക്കുന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഭാഷാപരമായ ബിദ്അത്ത് തറാവീഹ് നമസ്കാരമാണെന്ന് സംബന്ധിച്ചു. അതുകൊണ്ട് ആ ഒരു ബിദ്അത്തെന്ന് നിങ്ങൾ പിടിച്ച് കാര്യമായിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഈ കർമ്മം ബിദ്അത്ത് എന്ന് പറയുന്നതിന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യം അത് നല്ല ബിദ്അത്ത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അതാ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്ന അസ്ലൽ മൗലിദി ഇജ്തിമാഉൻ നാസ്, ജനങ്ങൾ ഒരുമിച്ച് കൂടുക, വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആൻ ഓതുക, അഖ്ബാറുകൾ ഉദ്ധരിക്കുക, പിന്നെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ ജന്മസമയത്തുണ്ടായ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക, പറയുക. അതേപോലെ അവർക്ക് ഭക്ഷണം ഒന്നും പറയാനില്ല. അതുകൊണ്ട് അവർക്ക് യുമത്തുലവും സിമാത്ത്, അവർക്ക് സദ്യയൊരുക്കുക. യഅ്കുലൂന വയൻസരിഫൂന മിൻ ഗൈരി സിയാത്തിൻ അലാ ദാലിക, അത് ഇങ്ങനെയുള്ളത് മിനൽ ബിദഇൽ ഹസനത്തി, അത് നല്ല ബിദ്അത്താണ്. അല്ലത്തി യുസാബു ഫാഇലുഹാ, അത് ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. സുയൂത്തി ഇമാം പറഞ്ഞ ഇത് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ? മറുപടി പറയണം. അത് അംഗീകരിക്കും. നല്ല ബിദ്അത്താണ്. അല്ലാഹു അംഗീകരിച്ചില്ലേ? നല്ല വിധേയത്താണ്. അപ്പൊ നിങ്ങളെ വാദം പൊളിഞ്ഞില്ലേ? നിങ്ങളെ വാദം എന്താ? സുന്നത്താണ്. നിങ്ങളെ വാദം സുന്നത്താണ്. ഇപ്പൊ എന്തായി? നല്ല വിധേയത്താണ്. അൽഹംദുലില്ലാഹ് മതി. അവിടെ ചെല്ലോ, നിങ്ങള് അവിടെ ചെല്ലോ. അപ്പൊ നിങ്ങളെ വാദം എന്താ? നല്ല വിധേയത്താണ്. എപ്പോ മൂപ്പര് മുണുങ്ങിപ്പോയ ഭാഗമുണ്ടല്ലോ, മൂപ്പര് മിണുങ്ങി വിട്ടാൽ എന്താ അറിയോ? മിൻ ഗൈരി സിയാദതിക, അതാണ് വിട്ടു. അത് ഒറ്റ മാറി. എന്താ പറഞ്ഞത്? ഹിന്ദി കേട്ടോ, കൈ വെച്ച് നോക്കിക്കോ. ഹിന്ദി എന്റെ അഭിപ്രായ പ്രകാരം മൗലിദിന് അസ്ലി എന്ന് പറഞ്ഞാൽ ഹുവ ഇജ്തിമാഉൻ നാസി, ജനങ്ങൾ ഒരുമിച്ച് കൂടലാണ്. വഖിറാഅത്തു മാ തസ്മിഅ ഖുർആനി, ഖുർആൻ ഓതലാണ്. വൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ പറ്റി പറയുന്ന ഹദീസുകൾ വായിക്കലാണ്. സുമ്മ യുമദ്ദലഹും സിമാത്തുൻ യഅ്കുലൂന വയൻസരിഫൂന, പിന്നെ ഭക്ഷണം കഴിച്ച് പിരിയലാണ്. മിൻ ഗൈരി സിയാദതി അലാ ദാലിക, വേറൊന്നും കൂട്ടുന്നില്ലെങ്കിൽ നല്ല ബിദ്അത്ത്. വേറെ കൂട്ടിയാലോ നല്ല ബിദ്അത്തുമല്ല. അപ്പൊ റബീഉൽ മാസം 12 യാസീൻ ഓതി നല്ല ബിദ്അത്താണ്. അന്ന് ഹദീസ് പറഞ്ഞു നല്ല ബിദ്അത്താണ്. അന്ന് ഭക്ഷണം കഴിച്ചു നല്ല ബിദ്അത്താണ്. എന്നാ മങ്കൂസ് ഓതിയാലോ നല്ല ബിദ്അത്തുമല്ല. സമഫനാമിനോ നല്ല ബിദ്അത്തുമല്ല. ദഫ് മുട്ടിയാലോ നല്ല ബിദ്അത്തുമല്ല. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യെന്ന് പറഞ്ഞാലോ നല്ല ബിദ്അത്തുമല്ല. അപ്പൊ നിങ്ങളെ വാദം എന്താ എഴുതി? സുന്നത്താണ്, ബിദ്അത്തല്ല. നിങ്ങൾ സ്ഥാപിച്ചെന്താ? നല്ല ബിദ്അത്താണ്. അപ്പൊ ഞങ്ങളെ വാദം ബിദ്അത്താണ്, നിങ്ങളെ വാദം നല്ല ബിദ്അത്താണ്. ഇതല്ലേ ഇപ്പൊ തർക്കം? ഞങ്ങളെ വാദം ബിദ്അത്താണ്, നിങ്ങളെ വാദോ നല്ല ബിദ്അത്താണ്. അപ്പൊ നിങ്ങൾ നല്ല മുബ്തദി, അപ്പൊ നിങ്ങൾ നല്ല ബിദ്അഴികൾ. ഞങ്ങൾ അങ്ങനെ വിളിക്കും, കുറ്റം പറയാൻ പാടില്ല. നല്ല ബിദ്അഴികൾ. കാരണം എന്താ? നല്ല ബിദ്അത്ത് കൊണ്ട് നടക്കുന്നവര്. അപ്പൊ നിങ്ങളെ വാദം മാറ്റണം. നിങ്ങൾ ഇതിലെ വ്യവസ്ഥയിൽ എന്താ? വ്യവസ്ഥയിലെ വാദം എന്താ? സുന്നത്താകുന്നു, ബിദ്അത്തല്ല. സുന്നത്താകുന്നു, ബിദ്അത്തല്ല. വായിച്ച കിതാബിലോ ബിദ്അത്താകുന്നു. സുന്നത്താകുന്നു, ബിദ്അത്തല്ല സ്ഥാപിക്കാൻ വന്നിട്ട് വായിച്ച കിതാബ് ബിദ്അത്താണ് നാം വായിച്ചത്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ നിങ്ങൾക്കും തർക്കമില്ല, ഞങ്ങൾക്കും തർക്കമില്ല, ഇനി ആർക്കും തർക്കിക്കേണ്ട ആവശ്യമില്ല. നബി തങ്ങൾക്ക് പരിചയമില്ല എന്ന്, സ്വഹാബത്തിന് പരിചയമില്ല എന്ന്, താബിഈങ്ങൾക്ക് പരിചയമില്ല എന്ന് കണ്ടങ്ങള് ഓലും കൂടെ പേരിപ്പോ. അപ്പൊ സ്വഹാബികൾക്ക് അറിയില്ല, താബിഈകൾക്ക് അറിയില്ല, താബികൾക്ക് അറിയില്ല, ഷാഫി ഇമാമിന് അറിയില്ല, ഒറ്റ ഇമാമിന് അറിയില്ല. അതിൽ നിങ്ങളും ഞങ്ങളും ഏകോപിക്കുന്നു എങ്കിൽ ബിദ്അത്ത് തന്നെ, അതിലും ഏകോപിക്കുന്നു. ഇനിയിപ്പോ ആകെ തർക്കം എന്താ അറിയോ? നല്ല ബിദ്അത്താണോ ചീത്ത ബിദ്അത്താണെന്നോ? വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കുമാണ്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ, ഇനി ബിദ്അത്ത് ചെയ്യല്ല, ബിദ്അത്ത് ചെയ്യിക്കല്ല, നരകത്തിലേക്ക് പോകല്ല, ഈ ഉമ്മത്തിനെ നരകത്തിന്റെ വഴിയിൽ കൊണ്ടുപോകല്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ ശിർക്ക് ചെയ്യിക്കുന്നുണ്ട്.
നിങ്ങൾ ബിദ്അത്ത് ചെയ്യിക്കുന്നുണ്ട്, നിങ്ങൾ റബ്ബല്ലാതെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരുപാട് അനിസ്ലാമികമായ രീതികൾ നിങ്ങൾ കൊണ്ടടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും അനിസ്ലാമികം തന്നെയാകുന്നു. നിങ്ങൾ അതിന്റെ പേരിൽ ഖുർആന്റെ ആയത്തുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്, സ്വഹാബിമാരുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്, 4 ഖലീഫമാരുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്, ഹസൻ ബസ്രിയുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാമിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചത് നബിയുടെ കാലം മുതൽ കണ്ണി മുറിയാതെ തുടർന്ന് വരുന്ന സുന്നത്താകുന്നു എന്ന് സാക്ഷാൽ എ.പി. അബൂബക്കർ മുസ്ലിയാർ എഴുതിയത് ഞങ്ങൾ വായിച്ച്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരക്ഷരങ്ങൾ പറഞ്ഞില്ലല്ലോ. ശരിയാണെന്നോ അല്ല എന്നോ എന്തെങ്കിലും പറയണ്ടേ? ഞങ്ങളെ ഉസ്താദ് ഞങ്ങൾക്ക് അറിയാതാ ശരിയാ, നിങ്ങളെ ഉസ്താദ് നിങ്ങൾക്ക് അറിയാം, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത് ദീനിന് സുന്നത്താന്ന് പറയുമ്പോൾ തെളിവ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് പുത്തനാചാരം തന്നെ, ഇത് ബിദ്അത്ത് തന്നെ, ഇത് അനിസ്ലാമികം തന്നെ, ഇത് കുറ്റകരം തന്നെ, ശിക്ഷാർഹം തന്നെ, നരകത്തിലേക്ക് തന്നെ. അസ്സലാമു അലൈക്കും സഹോദരന്മാരെ. അതുകൊണ്ട് ഇവിടെ ഒരു വിഷയം പറഞ്ഞുതരാം. ഇപ്പൊ ഫൈസൽ മൗലവി കോട്ടി മാറ്റിയപ്പോ അറിയാതെ പെട്ടുപോയി. എന്ത് നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞു. ചോദിക്കട്ടെ, കുല്ലു ബിദ്അത്തിൻ വലാലാന്നുള്ള ഹദീസ് കിട്ടോ? അതിന് മറുപടി പറയണം. അത് പറയുമ്പോ ഇത് നോക്കണ്ടേനി. എല്ലാ ബിദ്അത്തും നരകത്തേക്ക. ഇപ്പൊ പറയാ ഇത് നല്ല ബിദ്അത്ത് അംഗീകരിച്ചു. ഇത് വെറും ഒരുമിച്ച് കൂടലല്ല. സുയൂത്തി ഇമാമിനോട് ചോദിച്ചത് റബീഉൽ അവ്വൽ മാസം ഒരുമിച്ച് കൂടുന്നതിനെ പറ്റിയാ. അതിന്റെ മറുപടിയായി ഇമാം സുയൂത്തി പറഞ്ഞത്. നിങ്ങൾ എത്ര കാലം പറഞ്ഞത് എന്തേനി? അത് റബീഉൽ അവ്വൽ പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചിടന്നിരുന്നു. എന്താ ഇമാം സുയൂത്തി ഇമാമിനോട് ചോദിക്കുന്ന ചോദ്യം? ഫീ ശൈരി റബീഉൽ അവ്വൽ ഫഖദ് വഖഅ സുആലു. ചോദിക്കുന്നുണ്ട് അൻ അമലിൽ മൗലിദിൻ നബവി, റസൂലുള്ളാഹിന്റെ മൗലിദിനെ കുറിച്ച്. ഫീ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം മൗലിദ് നടത്തിയതിനെ കുറിച്ച്. എന്താ അതിന്റെ ഹുക്മ്? വെറുതല്ല, മിൻ ഹൈതു ശറഉ, അതിന് ശറഅ എന്ന് പറയുന്നു. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ബിദ്അത്തുൻ ഹസനത്തുൻ യുസാബു ഫാഇലുഹാ, അത് നല്ല ബിദ്അത്താണ്, ഞങ്ങൾ പറഞ്ഞ പ്രതിഫലം കിട്ടും എന്നിതാ ഇമാം സുയൂത്തി വ്യക്തമായി പറഞ്ഞു. യുസാബു ഫാഇലുഹാ, അത് ചെയ്യുന്നവനിക്ക് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. ഏത്? തറാവീഹ് നമസ്കാരം നല്ലതായിരുന്നു. അതുകൊണ്ട് എല്ലാ ബിദ്അത്തും ദലാലത്തല്ല. ഇവിടെ നിങ്ങൾ മറുപടി പറയാതെ പോയത് മനസ്സിലായിക്കോ മൗലവി. ബിദ്അത്തിന് ഹദീസ് ഉണ്ടാകുമോ? ഇല്ലേ, മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഇത് അംഗീകരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ആ വഹാബിസത്തിൽ നിന്ന് സുന്നിയാവുകയാണ് നല്ലത്. നിങ്ങൾ ഇവിടെ നബിദിനാഘോഷം അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി വഹാബി എന്ന് പറഞ്ഞു നിൽക്കണ്ട. സുയൂത്തി ഇമാമും ഇബ്നു അസ്കലാനിയും എല്ലാ ഇമാമുകളും പറഞ്ഞതുപോലെ, നിങ്ങളുടെ ഇബ്നു തൈമിയയും പറഞ്ഞതുപോലെ, നിങ്ങൾ ഇത് പ്രതിഫലാർഹമാണെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഈ സംവാദം വിജയിച്ചു. അല്ലെങ്കിൽ മറുപടി